എല്ലാ നാട്ടിലും കാണും നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാർ. ചിലർക്ക് സ്പോർട്സിൽ, ചിലർക്ക് പഠിത്തത്തിൽ. എന്നാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഓവർ ടാലൻറ്റഡ് ആയിട്ടുള്ളൂ. പച്ച മലയാളത്തിൽ പറഞ്ഞ കഴിവേറികൾ. അങ്ങനെയുള്ള ചില ഓവർ ടാലൻറ്റഡ് പീപ്പിൾസിൻ്റെ കഥയാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. കോപ്പ എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞ തൊലയ്ക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായി വിളിച്ചിരിക്കുന്നു. അപ്പുച്ചേട്ടനും കൂടെ വരട്ടെ, എന്നിട്ട് പറയാം. ഓ കോപ്പ് അപ്പുചാട്ടനും വന്നു. ഇനി നീ കാര്യം പറ. എന്തേലും പെണ്ണ് കേസാരി. അതെ, എനിക്കൊരു കൊച്ചു മെസ്സേജ് ക്രഷ് അടിച്ചാ? ക്രഷ് ഒന്നുമല്ല, എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടമാണ്, സീരിയസ് ആയിട്ട് ഇഷ്ടമാണ്. ഇന്നാളെ ട്യൂഷൻ ക്ലാസ് കണ്ട കൊച്ചിനോട് ട്രൂ ലവ് ആയിരുന്നില്ലേ? അത് ട്രൂ ഒന്നുമല്ല. എന്റെ വളർച്ചയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. മൈ ഡിയർ ഫ്രോഡ് ഫ്രണ്ടേ, നീ ഇച്ചിരി തുണി മാറ്റും പോലെ നീ ഓരോന്നും മാറ്റാതെ. ഇതേ ഡയലോഗ് നീ 1 മാസം മുമ്പ് വേറൊരു കൊച്ചിനോട് നീ പറഞ്ഞേ. നിങ്ങൾ അത് വിട്. അതിനുശേഷം ഞാൻ ഇപ്പം എൻ്റെ തുണി പോലും മാറ്റണില്ല. എനിക്ക് എൻ്റെ വാവച്ചി മതി. എൻ്റെ വാവച്ചിയില്ലാതെ എനിക്ക് പറ്റൂല. ഓ മാരണം വന്നോണ്ടിരിക്കുന്നു. ഇപ്പൊ കുറെ പോണത്തെ ചോദ്യങ്ങൾ ചോദിക്കും. ഇന്ന് പരിപാടി ഒന്നുമില്ലേടേ? ഇല്ല കേട്ടോ. നിങ്ങളുടെ ഷോർട്ട് ഫിലിം പിടുത്തമൊക്കെ എന്തിനായടേ? നിർത്തിയാ? ഓ നിർത്തിയത് നന്നായി. നിങ്ങളെ കൊണ്ടൊന്നും പറ്റൂലടേ, പാടല്ലേ. എടേ പിന്നെ നിങ്ങളെ യൂട്യൂബ് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്? പൈസ എല്ലാം കിട്ടി തുടങ്ങിയാ? അതാ നിർത്തിയാ? ചാനലൊക്കെ ഉണ്ട്, പക്ഷെ സബ്ബൊന്നുമില്ല. മടുത്തല്ലേ? നല്ലത് തന്നെടാ, നമ്മളെ കൊണ്ടൊന്നും പറ്റൂലടാ. പിന്നെ നിങ്ങൾ ഇരി, ഞാൻ പോണു. കണ്ടാ 2 ലക്ഷം രൂപ ശമ്പളമായിട്ട് ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടും മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നത് കണ്ടുകൂടാ. ആകെ അവന്മാർ രക്ഷപ്പെട്ടില്ലല്ലോ. ശാപം. ശരിയടെ, എന്റെ പണി നടക്കട്ടെ, നമുക്ക് പിന്നെ കാണാം. പിന്നെ ഞാനും പോണം. A few hours later. ജിത്തുന് എന്തിനു പറ്റി? ഇപ്പൊ മൊത്തം ശോകം സ്റ്റാറ്റസ് ആണല്ലോ. എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയും. നിങ്ങളെ വിളിച്ചു പോയി മച്ചാനെ, പോയി. എല്ലാരും എന്നെ വിട്ടു പോയി. എന്റെ വാവച്ചി എന്നെ വിട്ട് പോടാ. എന്റെ വാവച്ചി പോയി. എന്താണ് നിനക്ക് പറ്റിയ? എന്റെ വാവച്ചി പോടാ. എന്റെ വാവച്ചി പോടാ. അതിനെ ചിരിക്കണതിന് എന്റെ ഫീലിങ്സ് ഒക്കെ മാറിപ്പോഴേ. ഇപ്പൊ കരയേണ്ട അടുത്ത് ഞാൻ ചിരിക്കും, ചിരിക്കേണ്ട അടുത്ത് ഞാൻ കരയും. അങ്ങനത്തെ ഒരു അവസ്ഥ എത്തി. സത്യം പറഞ്ഞ കണ്ണീരൊന്നും ഇല്ല കരയാൻ. രാവിലെ അയച്ച ഗുഡ് മോർണിംഗിന് അവൾ ഇതുവരെ എനിക്ക് റിപ്ലൈ പോലും തന്നില്ല. അവൻ പോടാ. ആരും കൊണ്ടുപോയി. ഏതോ കഞ്ചാവും കൂടും വെക്കണ തമ്പാക്കും വെച്ച ഏതോ ഒരുത്ത കൊണ്ടുപോയി. എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ആരെ നോക്കിയാലും പിറ്റന്നാളായാലും തമ്പാക്ക് വെച്ചവൻ കൊണ്ടുപോകും. ഞാൻ എന്തോ ചെയ്യാൻ? കഷ്ടം തന്നെ. അപ്പുചേട്ടാ, നിങ്ങൾ അന്ന് ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ പോലും ഞാൻ എഡിറ്റ് ചെയ്ത് തരാൻ സമയമില്ലെന്ന് പറഞ്ഞത്. ഞാൻ എൻ്റെ വാവച്ചിക്ക് നോട്ട് എഴുതി കൊടുത്ത്. എല്ലാവരും വരും, അവരെ ആവശ്യങ്ങൾക്ക് വരണ്ടി. എൻ്റെ അടുത്ത് എൻ്റെ ദൈവമേ, എല്ലാത്തിനെയും കൊന്ന് തള്ളണം. പഞ്ചാബ് ഞാൻ നാളെ മുതൽ ഇറങ്ങും. മറ്റേ കളറൊക്കെ അടിച്ച് മറ്റേ തമ്പാക്ക് വെച്ച് ഞാനും ഇറങ്ങും. ഞാൻ ഇനി നോക്കാം. ഞാൻ ഇങ്ങനെ ഇറങ്ങണം നോക്കാം. കാണിച്ചാൽ എനിക്കും കിട്ടും പെണ്ണുങ്ങൾ. വരും എൻ്റെ വാവച്ചി. അല്ല, അവള് മെസ്സേജ് ഇടും. ഇന്ന് മാത്രമല്ലേ മെസ്സേജ് ഇടാത്തത്? അവൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും. അല്ലല്ല, അവളെനിക്ക് മെസ്സേജ് ഇടാത്തോണ്ട് ഞാൻ അവളുടെ ചോദിച്ചു എന്നെ അവോയ്ഡ് ചെയ്യുവാണോ എന്ന്. പക്ഷെ അവൾ അതേ റിപ്ലൈ തന്നില്ല. ആ സമയത്ത് അവൾ എന്താ ചെയ്തെന്നറിയാമോ? ഒരു സ്റ്റോറി ഇട്ട്, അതും വേറെ ഒരുത്തന്റെ. ഞാൻ ആര് പൊട്ടനാ? ഞാൻ പൊട്ടനാ? എല്ലാരും എന്നെ ചതിക്കണം. അവരൊരു ആവശ്യങ്ങൾക്ക് മാത്രം ഞാൻ വരും. ദൈവം അറിഞ്ഞ് കഴിവ് തന്നിങ്ങനെ. പക്ഷെ പെണ്ണുകളെ വളയ്ക്കാൻ മാത്രം എനിക്ക് തന്നില്ല. എന്തിനാ ഇവിടെ ഇരിക്കണേ? നിങ്ങള് ഇതൊക്കെ നിർത്തിയല്ലേ, മറ്റേ യൂട്യൂബും ഷോർട്ട് ഫിലിമൊക്കെ? അവിടെ പാടായിരിക്കടാ നിങ്ങൾക്ക്. അത് ശരിയാണ്, നിങ്ങൾ നിർത്തിയതാണ് നല്ലത്. അത് നല്ലത് തന്നെ, നിർത്തണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്യണ്ട. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പണി എവിടെയെങ്കിലുമൊക്കെ പോയി അങ്ങ് ചെയ്താൽ മതി. ഇങ്ങനെയൊന്നും നിൽക്കരുത് കേട്ടോ. കുറെ ദിവസമായി നിന്റെ കുണപ്പ് തുടങ്ങിയിട്ട്. നീ ആരടാ? നീ നമ്മൾ വീഡിയോ ഇടും, പലതും ഇടും. നീ ആര്? നിനക്ക് ജോലിയില്ലേ? നീ പിന്നെ മൂഞ്ചാനാ നടക്കണം നമ്മുടെ അടുത്ത്. നിനക്ക് എന്താ? നമ്മൾ നന്നായ എന്ത് തുലഞ്ഞെന്ത്? നമ്മൾ നാട് ഇവിടെ കഞ്ചാവ് കൃഷി നടത്താൻ നിനക്ക് എന്ത് കുളിക്കോ നായേ? പൂക്കട്ട കാവടി മോനെ, പോടാ എന്റെ മുമ്പിന്ന്. നിന്റെ കളിപ്പ് നീ അങ്ങോട്ട് നിൽക്കുന്നേ. കൊറേ നാളായി അവന്റെ പ്രശ്നം തുടങ്ങിയിട്ട്. എനിക്ക് വയ്യ, ഞാൻ പോണ്. കുഴപ്പമില്ല, 2 കിട്ടാനുള്ള തന്നെ. 1 week later.
ഹലോ ഹലോ. അതെ, എനിക്കൊരു പെണ്ണിന്റെ അടുത്ത് ക്രഷ് അടിച്ചേട്ടാ. എന്റെ വാവച്ചി. பணத்துக்காக என் மனச மறந்து அவன் கூட போனியே, தங்கமணைய மனச மறந்து அவன் கூட போனியே, நான் பணக்காரன் இல்லைன்னு தெரியும்.